ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഇപ്പം നാട്ടിൽ സാധാരണ ഈ ഒരു സമയത്ത് കാണുന്ന പനികളെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ഡെങ്കിപ്പനി എന്ന് പറയുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന സങ്കീർണതകളും അതുപോലെ തന്നെ ഏത് സമയത്ത് ഇപ്പോൾ പെട്ടെന്ന് ആളുകൾ ചോദിക്കും കൗണ്ട് കുറവാണ് എന്നൊക്കെ പറയും. ഇപ്പോൾ ഈ കൗണ്ട് എന്ന് പറയുന്നത് ഏതാണ് ഉദ്ദേശിക്കുന്നത്, അത് എത്ര കുറഞ്ഞാലാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. വളരെ ഗംഭീര ചോദ്യമാണ്. കാരണം ഒരുപാട് പേർക്ക് ഡൗട്ടാണ്. അവർ വിചാരിച്ചിരിക്കുന്ന കൗണ്ട് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ ബോഡിയിലുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ബോഡിയിൽ എല്ലാത്തിനും കൗണ്ടാണ്. ഡെങ്കുവിൻ്റെ കേസിൽ ഓരോന്നിൻ്റെ കോൺടെക്സ്റ്റിലാണ് ഇമ്പോർട്ടൻസ്. ഡെങ്കുവിൻ്റെ കേസിൽ സാധാരണ പറയുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ്. തട്ടണുക്കൾ എന്ന് പറയുന്ന പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഈവൻ വൈറ്റ് ബ്ലഡ് സെൽസും കുറയാം. ഓക്കെ, അപ്പോൾ അതും കൗണ്ട് എന്ന് പറയും. അപ്പോൾ ഇവർ കൗണ്ട് എന്ന് പറയുന്നത് സാധാരണ പ്ലേറ്റ്ലെറ്റ്സ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ സംസാരത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞു, നമ്മുടെ ബോഡിക്ക് ഒരു പ്ലാൻ ബിയും പ്ലാൻ സി ഒക്കെ ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ അസുഖങ്ങളും ബോഡി തന്നെ റീവാമ്പ് ചെയ്യും. ഡെങ്കു കേസിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയാൻ കഴിയില്ല, എന്നാൽ പോലും ഒരു ഭൂരിഭാഗം കേസുകളിലും ബോഡി തന്നെ പ്ലേറ്റ്ലെറ്റ്സിനെ ഇമ്പ്രൂവ് ചെയ്യും. കം വാട്ട് മേ, എന്ത് വന്നാലും ശരി, ഒരു 8-9 ദിവസത്തിനുള്ളിൽ നമ്മുടെ ബോഡി തന്നെ പ്ലേറ്റ്ലെറ്റ് ഇമ്പ്രൂവ് ചെയ്യും. ഈ 6ാമത്തെ ദിവസം ഈ അക്ഷമനായ വ്യക്തി പൊടിക്കൈകൾ പരീക്ഷിക്കും. അയാളുടെ കയ്യിലുള്ള പേരക്ക, അയാളുടെ കയ്യിലുള്ള പേരക്കയുടെ ഇല, കപ്പങ്ങയുടെ ഇല, കപ്പങ്ങയുടെ കുരു, കപ്പങ്ങയുടെ തണ്ട്, കിവി, പോംഗ്രാനൈറ്റ് തുടങ്ങി ആ നാട്ടിൽ എന്തൊക്കെയാണോ ഫേസ്ബുക്കിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്, ആ നാട്ടിൽ ഇൻസ്റ്റാഗ്രാമിൽ അൽഗോരിതം എന്തൊക്കെയാണോ പറയുന്നത്, അതെല്ലാം ചെയ്യും. ചെയ്താൽ എന്ത് സംഭവിക്കും? കൃത്യമായിട്ട് 48 മണിക്കൂർ കഴിയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൂടും. അതൊരു അത്ഭുതമല്ലേ? അത് കഴിക്കാത്തവർക്കും 48 മണിക്കൂർ കഴിയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൂടും. അപ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായ അക്ഷമ ക്രിയേറ്റ് ആവാണ്. അപ്പോൾ കൗണ്ട് എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ്. ഡെങ്കിപ്പനിയുടെ കേസിൽ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞാൽ പോലും ഭയപ്പെടേണ്ടതില്ല. അത്യപൂർവം കേസുകളിൽ പ്ലേറ്റ്ലെറ്റ് 50,000 താഴെ കുറയാം, അപ്പോഴും ഭയപ്പെടേണ്ടതില്ല. 20,000 താഴെ, 1.5 ലക്ഷം വേണ്ട പ്ലേറ്റ്ലെറ്റ് 20,000 താഴെ കുറഞ്ഞാൽ മാത്രം കൃത്യമായി ഡോക്ടറെ കണ്ട് വൈദ്യസഹായം തേടണം. 50,000 താഴെ കുറഞ്ഞാൽ അലേർട്ടാവണം. മറ്റൊരു സാഹചര്യം, എന്തെങ്കിലും രക്തസ്രാവം ഉണ്ടായി ബോഡിയിൽ, അതായത് പീരീഡ്സ് ഇല്ലാത്ത സ്ത്രീക്ക് പീരീഡ്സ് ഉണ്ടാവുക, പീരീഡ്സിൻ്റെ തീവ്രത കൂടുക, ശരീരത്തിൽ കുത്ത് പാട്, ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരിക, മൂക്കിലൂടെ ബ്ലഡ് വരിക, ഇത്തരം കേസുകളിൽ എത്ര പ്ലേറ്റ്ലെറ്റ് ഉണ്ടെങ്കിലും ശരി വൈദ്യസഹായം തേടണം. അപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് വലിയൊരു ബമ്പോ ബിഗ് എലിഫൻറ്റ് ഇൻ ദ റൂം ആയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ വിഷയമല്ല പ്ലേറ്റ്ലെറ്റ്. അത് സമൂഹം തന്നെ, പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൂടെയൊക്കെ പുഷ് ചെയ്തുണ്ടാക്കിയെടുത്ത വലിയൊരു പ്രോബ്ലമാണ്.